പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവനൊരവസരം കൂടെ ദാനമായി നൽകിയ വലിയവനാകുന്ന കർത്താവിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുകയാണ്. കർത്താവ് ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ആർ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് കഴിഞ്ഞ ചില നാളുകളായിട്ട് തിരുവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും അതേ വിഷയം തന്നെ, അതിൻ്റെ 12ാമത്തെ ഭാഗമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കേണ്ടതിന് വേണ്ടി സകല പ്രിയപ്പെട്ടവരോടും കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എളിയവന് വേണ്ടി ഈ അവസരത്തെ ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദിവസവും ഗ്രൂപ്പിലൂടെ തിരുവചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ പ്രിയമുള്ളവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ വചന സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങൾ ലോകവ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനാൽ ശത്രു അവൻ്റെ സകല ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തിരുവചന യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിക്കുവാനായിട്ട് വിവിധ നിലകളിലുള്ളതായ തന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ വളരെ സൂക്ഷ്മതയോടെ ദൈവവചനത്തിൻ്റെ വസ്തുതകളെ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ചതി പ്രയോഗത്തിൽ നാമും വീണുപോകുവാൻ ഇടയായിത്തീരും. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടി വളരെ ശ്രദ്ധയോടെ തിരുവചനം പഠിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ പല ആഴ്ചകളായി ദൈവം ആർ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി തിരുവചനത്തിൽ നിന്നും ചില ആശയങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് എത്ര നാൾ നാം പഠിച്ചാലും അത് പൂർത്തീകരിക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം നമ്മുടെ ദൈവം അത്രമാത്രം വിശാലമായ ഒരവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയുവാൻ കഴിയുന്ന ഒരു സംഗതിയുമാണ്. അതുകൊണ്ട് എത്ര നാൾ ദൈവത്തെ സംബന്ധിച്ച് പഠിച്ചാലും അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധ്യമല്ല. എങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ നാം ഈ അന്ത്യകാലത്ത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാകിയാൽ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ ഈ സത്യം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇത് അന്ത്യകാലമാണല്ലോ. നമ്മുടെ നാഥൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുകയാണ്. സത്യദൈവത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ അനേകരിലും കടന്നു ചെല്ലാതിരിക്കേണ്ടതിന് വേണ്ടി ശത്രുവാകുന്ന പിശാച് അവൻ്റെ
കൂട്ടാളികളായ ആയിരക്കണക്കിന് ആളുകളെ വിവിധ വേഷത്തിലും ഭാവത്തിലും വിവിധ തരത്തിലുള്ളതായ വിപരീത ഉപദേശങ്ങളുമായി ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലും അയച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെയുള്ളവർക്ക് ചില കഴിവുകൾ പിശാച് നൽകിയിട്ടുണ്ട്. അവരിൽ ഭൂരിപക്ഷം ആളുകളും നല്ല വിദ്യാഭ്യാസമുള്ളവരും മറ്റ് പല കഴിവുകൾ ഉള്ളവരും ലോകത്താൽ ആകർഷിക്കപ്പെടുന്നവരുമാണ്. സാമ്പത്തികമായി അവർ മുൻനിരയിലാണ്, ആൾബലമുള്ളവരാണ്. അവരുടെ ആരാധന സ്ഥലങ്ങളൊക്കെ വളരെ കോടിക്കണക്കിന് രൂപകൾ ചിലവഴിച്ചുള്ളതായ ആരാധനാലയങ്ങളാണ്, അതിമനോഹരമാണ്. അതുപോലെ പല കാര്യങ്ങളിലും അവർ മെച്ചമായ നിലയിലാണ്. എന്നാൽ അവർക്ക് അറിയുവാൻ കഴിയാത്ത ഒരു പ്രധാന കാര്യം, തിരുവചനത്തിൻ്റെ സത്യം അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സത്യദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് ഒത്തവണ്ണമുള്ളതായ ക്രിസ്തീയ ജീവിതത്തിനായിട്ട് നാം തയ്യാറാകുമ്പോൾ മാത്രമാണ് തിരുവചന യാഥാർത്ഥ്യങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനാൽ അവർ ഇന്നും ഇരുട്ടിൽ നടക്കുന്നു. അവരാൽ നയിക്കപ്പെടുന്നവരും അവരുടെ ഉപദേശം സ്വീകരിക്കുന്നവരും ഇരുട്ടിൽ തന്നെയാണ്. വെളിച്ചം അവർ കാണുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. ദൈവമായിരിക്കണമെങ്കിൽ അവൻ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കണം. അങ്ങനെയുള്ള ഒരു ദൈവത്തിന് മാത്രമേ സകലത്തെയും ഉണ്ടാക്കുവാനും അതിന്മേൽ ഭരണം നടത്തുവാനും കഴിയുകയുള്ളൂ. ആ യോഗ്യതയുള്ള ഒരേ ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായി ഏക സത്യ ദൈവമാണ് എന്ന് തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. തീർച്ചയായിട്ടും നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം സത്യദൈവമാണ്. അവൻ നിത്യജീവനാണ്. അവനെ സംബന്ധിച്ച് ചില വസ്തുതകൾ കൂടെ നാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വചന ഉപദേശത്തിലൂടെ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ളതായ വാക്യഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത, യഹോവയുടെ അഗാധ തത്വം നിനക്കറിയാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്, നീ എന്തു ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്ക് എന്തറിയാം? അതിൻ്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ വീതിയുമുള്ളത് എന്ന് നമുക്കവിടെ വായിക്കുവാൻ കഴിയുകയാണ്. യഹോവയായ ദൈവത്തിൻ്റെ അഗാധ തത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്, നീ എന്തു ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്ക് എന്തറിയാം? അതിൻ്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ വീതിയും ഉള്ളത് എന്ന് കർത്താവിൻ്റെ ദാസൻ യോബ് പറയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. മറ്റൊരു പരിഭാഷയിൽ അതിൻ്റെ സ്തോത്രം 7-ാമത്തെ വാക്യഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിൻ്റെ ദുരൂഹ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ നിനക്ക് കഴിയുമോ?
സർവശക്തന്റെ സീമ നിർണയിക്കുവാൻ നിനക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് സ്തോത്രം ഒരു മനുഷ്യനും പൂർണ്ണമായി പഠിക്കുവാനോ അവൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാനോ കഴിയുന്നതല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾക്ക് അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളതാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്ന് കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് രണ്ട് ലേഖനങ്ങൾ എഴുതിയതിൽ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നാം ഒരുപക്ഷെ അവിശ്വസ്തരായി തീർന്നാലും നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം വിശ്വസ്തനായി തന്നെ പാർക്കുന്നു എന്നാണ്. കാരണം തൻ്റെ സ്വഭാവം ഒരിക്കലും മാറ്റുവാൻ, ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. കാരണം അവൻ വിശ്വസ്തനാണ്, വിശുദ്ധനാണ്, നിർമ്മലനാണ്, സത്യമാണ്, സ്നേഹമാണ്, എല്ലാവിധമാകുന്ന യോഗ്യതകളും ഉള്ളവനാണ് നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം. തനിക്ക് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ ഒരു കാരണവശാലും കഴിയുന്നതല്ല. കാരണം അവൻ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികളെ കുറിച്ച് നമുക്കവിടെ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. സൃഷ്ടികളെ സംബന്ധിച്ച് ദൈവം തന്നെ പറയുന്നത്, ദൈവം സൃഷ്ടിച്ചതിനെ എല്ലാം നല്ലതെന്ന് കണ്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഒന്നും മോശമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം നല്ലത് എന്നാണ് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിൽ കാണുന്ന തിന്മകളൊക്കെ എങ്ങനെ ലോകത്തിൽ കടന്നു വന്നു എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ആ കാര്യം ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നത്. ഒരിക്കലും ദൈവം തിന്മ പ്രവർത്തിക്കുന്ന ദൈവമല്ല. അവൻ നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ, നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാൽ ഇന്ന് ലോകം മുഴുവനും തിന്മകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ദോഷപ്രവർത്തികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അധർമ്മത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, പാപത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് തിരുവചനത്തിലൂടെ നാം വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വസ്തുതകൾക്ക് വേണ്ടി നിൽക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, സ്തോത്രം, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും,
എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും എന്ന ആ ഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. അരുണോദയപുത്രനായ ശുക്രൻ, സ്തോത്രം, എങ്ങനെ നീ വെട്ടേറ്റ് നിലത്ത് വീണു എന്ന്, നീ ആകാശത്തു നിന്ന് എങ്ങനെ വീണു എന്ന് ഒരു ചോദ്യമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. സൂര്യോദയം പോലെ മനോഹരമായ ഒരവസ്ഥയിൽ ദൈവസന്നിധിയിൽ നിലനിന്നതായ ഈ ദൂതന് വീഴ്ച സംഭവിക്കുവാനിടയായി തീർന്നു. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ നീ വീഴും എന്ന് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. സൂര്യോദയം പോലെ മനോഹരമാകുന്നൊരവസ്ഥയിൽ നിലനിന്നതായ ദൂതന്മാർ വീഴ്ച ഭവിക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ വീഴ്ച ഭവിക്കപ്പെടുവാനുള്ളതായ കാരണം, അവനെ നിഗളമാണ് അവനെ വീഴ്ത്തുവാനിടയായി തീർന്നത് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. ദൈവം അവന് ചില അധികാരങ്ങളൊക്കെ കൊടുത്ത് ഈ ഭൂമിയിൽ വസിക്കുവാനുള്ളതായ എല്ലാ സ്വാതന്ത്ര്യവും അനുഗ്രഹങ്ങളും നൽകി, സ്വർഗത്തിൽ കയറുവാനും ഇറങ്ങുവാനും സകലത്തിനുമുള്ളതായ അധികാരം നൽകി അവനെ ഭൂമിയിൽ പാർപ്പിച്ചിരുന്ന ഒരു കൂട്ടം ദൂതന്മാരാണ് വീഴ്ച ഭവിക്കപ്പെട്ടവരെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവർ ദൈവത്തോട് മത്സരികളായി തീർന്നു, അഥവാ നിഗളികളായി തീർന്നു. അവരുടെ നിഗളം നിമിത്തമായിട്ട് അവർക്കുള്ള അധികാരം ദുർവിനിയോഗം ചെയ്തപ്പോൾ, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും ഇത്യാദി നിഗള മനോഭാവങ്ങൾ അവനുണ്ടായി. അവന് ദൈവം നൽകിയതായ ആ വ്യാപാരത്തിൻ്റെ നിഗളമാണ് അവനിൽ പ്രകടമാകുവാൻ ഇടയായി തീർന്നത് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഏതൊരു വ്യക്തിക്കും സംഭവിക്കാവുന്ന ഒരനുഭവമാണ് നിഗളം. ആരുടെ ഹൃദയത്തിൽ കടന്നു വന്നാലും അവന് വീഴ്ച ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ ദാസൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് ഓരോ ദിവസവും അടിമയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സ്തോത്രം കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം തന്നിൽ വ്യാപരിക്കുന്ന വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തമായിട്ട് താൻ നിഗളിയായി തീരാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് താൻ
സ്തോത്രം, തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ പിശാചിന് ദൈവത്താൽ ലഭിക്കപ്പെട്ടതായ അധികാരവും അവനിൽ വ്യാപരിച്ചതായ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരവും ഒക്കെ അവനെ നിഗള മനോഭാവത്തിലേക്ക്, അവൻ എന്തും ചെയ്യുവാനുള്ളതായ ഒരു നിർബന്ധ ബുദ്ധിയിലേക്ക് തിരിയുവാൻ തക്കവണ്ണം അവനിലുള്ളതായ ആത്മാവിൻ്റെ ആ വ്യാപാരം അവനെ സ്തോത്രം കൊണ്ടുചെന്ന് എത്തിക്കുവാനിടയായി തീർന്നു. അത് വേണ്ട വിധത്തിൽ ദൈവസന്നിധിയിൽ നീതിയോടെ ഉപയോഗിക്കാതെ നിഗളം അവനിൽ കടന്നുകൂടിയപ്പോൾ അവന് വീഴ്ച വരുവാനിടയായി തീർന്നു. ഇന്ന് നാം കാണുന്ന സർവ്വ തിന്മകളുടെയും ഉറവിടം പിശാചാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവൻ പിശാചായി തീരുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബുകളായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഞാനെന്ന ഭാവം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവന് നിഗളം ഉണ്ടാവുകയും അതവന് വീഴ്ച വരുവാൻ കാരണമായി തീർന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളുടെ ആരുടെയും ഹൃദയത്തിൽ അത്തരമൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കേണ്ടതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്തോത്രം, ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും കഴിവോ പ്രാപ്തിയോ ദൈവം ഒരുവന് നൽകിയാൽ അത് തൻ്റെ സ്വന്തം കഴിവാണെന്നോ അല്ലെങ്കിൽ തനിക്ക് എന്തും ചെയ്യുവാൻ കഴിയുമെന്നോ ആ അഹങ്കാര ബുദ്ധി കടന്നു വരാതെ ദൈവത്താൽ എനിക്ക് ലഭിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ദാനമാണ്, കൃപയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധനായ കർത്താവിൻ്റെ സന്നിധിയിൽ മരണം വരെയും താണിരിക്കുവാൻ നാം തയ്യാറാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും അവൻ്റെ സന്നിധിയിൽ നിത്യമായ സന്തോഷം പ്രാപിക്കാൻ അനുഭവിക്കുവാനും ഇടയായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാനെന്നോ ഞാനാകുന്നവനെന്നോ പറയുവാൻ പിതാവായ ദൈവത്തിന് മാത്രമല്ലാതെ മറ്റാർക്കും അധികാരമില്ല എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: സൂര്യോദയത്തിങ്കലും അസ്തമയത്തിങ്കലും ഉള്ളവർ ഞാനല്ലാതെ ഒരുത്തനുമില്ല എന്ന് അറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല എന്ന് ദൈവം തന്നെ പ്രവാചകനിലൂടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സൂര്യോദയത്തെങ്കിലും അസ്തമയത്തെങ്കിലും എന്ന് പറഞ്ഞാൽ ആരംഭത്തിലും ഒടുക്കത്തിലും എന്നുള്ളതിൻ്റെ ഒരാശയമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ഒന്നാമത്തവനും ഒടുക്കത്തവനുമാണ് എന്ന് പറയുന്ന അതേ വാചകത്തിൻ്റെ മറ്റൊരു പദപ്രയോഗമാണ് സൂര്യോദയത്തിങ്കലും അസ്തമയത്തിങ്കലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്ന് അറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം സേവിക്കുന്നവനായ ദൈവം അവൻ ഒരുവൻ മാത്രമാണ്, അവനല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്ന് ദൈവം തന്നെ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ദൈവം തന്നെ ഞാനല്ലാതെ മറ്റൊരുവനുമില്ല, ഞാൻ തന്നെയാണ് യഹോവ, ഞാനാണ് ദൈവം എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ ചിലർ അങ്ങനെയല്ല, ദൈവം ഒന്നിലധികമുണ്ട്, ദൈവം പലതാണ്, ആ ദൈവത്തിന് സ്തോത്രം ചിലർക്കൊക്കെ തുല്യതയുണ്ട്, ചിലർക്ക് ഏറ്റക്കുറച്ചിലുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കൽ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തിന്മകളുടെ ഉറവിടമായ പിശാചിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതായ
വ്യാജ സന്ദേശങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ശരിയായ മാർഗത്തിലൂടെ കടന്നു പോകാൻ കഴിയും. അത് ശരിയായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നവർ ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാരുടെ വ്യാജ സന്ദേശങ്ങൾ കേട്ട് അതിൻ്റെ പിന്നാലെ കടന്നുപോയാൽ അത് തീർച്ചയായിട്ടും അപകടകരമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇസ്രായേലിന്റെ രാജാവാകുന്നു യഹോവ, അവനെ വീണ്ടെടുത്തവനും അവൻ തന്നെയാണ്. സൈന്യങ്ങളുടെ യഹോവ അവനാണ് ഇത് അരുളി ചെയ്യുന്നത്: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് സർവശക്തനായ ദൈവം തന്നെ സംസാരിക്കുമ്പോൾ ദൈവമൊന്നല്ല എന്ന് പറയുവാൻ ധൈര്യപ്പെടുന്നത് പിശാചല്ലാതെ മറ്റാരുമല്ല. പിശാചിന് മാത്രമേ അങ്ങനെ പറയുവാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ ന്യായവിധി അവന് വീഴ്ച വരുന്നതിന് മുമ്പ് തന്നെ നിർണയിച്ചതാണ്. അതിന് യാതൊരു വിധമാകുന്ന മാറ്റവും ഉണ്ടാവുകയില്ല. ആ ന്യായവിധി അവൻ ദിവസം പ്രതി അവൻ്റെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്ക അവൻ കാണുന്നു. അതുകൊണ്ട് ഏതു മനുഷ്യനെയും നാശത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുവാൻ എല്ലാവിധമാകുന്ന ദുർപ്രചരണങ്ങളും നടത്തി വ്യാജ സന്ദേശങ്ങൾ കൊടുത്ത് കഴിയുമെങ്കിൽ ഏത് വൃതനെയും തെറ്റിക്കുവാനുള്ളതായ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ താൻ പ്രവർത്തിക്കുവാൻ ഇടയായി തീരുമെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നു: ഇസ്രായേലിന്റെ രാജാവാണ് യഹോവ. ഇസ്രായേലിനെ വീണ്ടെടുത്തവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. അവനാണ് ഇപ്രകാരം അരുളി ചെയ്യുന്നത്: ഞാനാണ് ആദ്യനും അന്ത്യനും, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. സ്തോത്രം. ദൈവം തന്നെത്താൻ മറയ്ക്കുകയും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നും ദൈവമഹത്വം രക്ഷാപ്രവർത്തനത്തിൽ വെളിപ്പെടുന്നു എന്നും സകലത്തിൻ്റെയും ആരംഭവും ആദിയും അന്തവും ദൈവത്തിലാകുന്നു എന്നും തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമായി പഠിക്കുവാൻ കഴിയുകയാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള ഏതൊരു ഉപദേശത്തെയും നിഷേധിക്കേണ്ടത് ആവശ്യമാണ്. സത്യവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഉപായത്തിൽ പലവിധമാകുന്ന ഉപദേശങ്ങൾ നൽകുന്നതായ ആളുകൾ പല നിലകളിലുള്ളതായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, മറ്റകലെ നിന്നുമൊക്കെ ഉപദേശങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ തിരുവചനത്തിൻ്റെ വസ്തുതകൾ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവ് സംസാരിക്കപ്പെട്ടതായ വചനങ്ങളെല്ലാം ജീവനും ആത്മാവുമാകുന്നു എന്ന്
ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. ജീവന്റെ വചനം നമുക്ക് നൽകുന്നതായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടുകൊണ്ട് നമ്മെ വീണ്ടെടുത്തവനായ നമ്മുടെ കർത്താവിൻ്റെ വചന വ്യവസ്ഥകൾ പാലിച്ച് സത്യത്തിന് വേണ്ടി നാം നിലനിൽക്കുവാൻ കഴിഞ്ഞാൽ നിത്യതയിൽ നമുക്ക് കർത്താവിനോട് ഒരുമിച്ച് സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. ഇല്ല എങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് വീഴുവാനിടയായിത്തീരും. അതാർക്കും സംഭവിക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവ് ഏതാണ്ട് 2000-ലേറെ വർഷങ്ങളായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ പലരെയും തിരഞ്ഞെടുത്ത് സത്യവചനം പ്രഘോഷിക്കുവാനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ദുരുപദേഷ്ടാക്കന്മാർ അനേകായിരങ്ങൾ എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോൾ ദേശത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് സത്യോപദേശം പ്രസംഗിക്കുന്ന പ്രസംഗകരെയും സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചാൽ ലജ്ജ കൂടാതെ തിരുമുമ്പിൽ നിൽക്കുവാൻ കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അനേകരും വ്യാജമായി പ്രസംഗിക്കുമ്പോൾ JCNDST എന്ന ഗ്രൂപ്പ് പോലെയുള്ളതായ ചില ഗ്രൂപ്പുകളിൽ അഥവാ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അത് സ്വീകരിക്കുവാൻ സന്മനസ്സുള്ളവർക്ക് അനുഗ്രഹമായി തീരും. അത് തിരസ്കരിക്കുന്നു എങ്കിൽ ജീവനുള്ള ദൈവത്തെ ത്യജിക്കുന്നതിന് തുല്യമാണ്. അവൻ്റെ വചനമാണല്ലോ ത്യജിച്ച് കളയുന്നത്. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന പ്രസംഗകരുടെ വചനപ്രഘോഷണം കേൾക്കുകയും അത് അംഗീകരിക്കുവാൻ അനുസരിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നതായ വ്യക്തിജീവിതങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഇല്ല എങ്കിൽ അവന് ജീവന് ലഭിക്കുകയില്ല എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ 55-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പീൻ, എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു. അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു എന്നാണ് അവിടെ കർത്താവിൻ്റെ ദാസനിലൂടെ സ്വർഗത്തിലെ ദൈവം സംസാരിക്കുവാനിടയായി തീർന്നിട്ടുള്ളത്. നാം സേവിക്കുന്ന നമ്മുടെ ദൈവം ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ്. പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ പുതിയ നിയമം നാം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് സകലതുമായിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു. അതിലെ സകല സൈന്യത്തെ ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവശബ്ദം കേട്ടപ്പോൾ സകല സൃഷ്ടികളും ഉണ്ടായി. ആകയാൽ സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവ് ദൈവമാണ്, അഥവാ വചനമാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. വചനം ആത്മാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവത്തെയും വചനത്തെയും തമ്മിൽ വേർതിരിക്കുവാൻ സാധ്യമല്ല. വചനം ദൈവത്തിൻ്റെ ശ്വാസത്തിൽ നിന്നും പുറപ്പെടുന്നതാകുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്നു വചനം. വചനം ദൈവം തന്നെയാണ്.
വചനത്തെയും ദൈവത്തെയും ആ രണ്ട് വ്യക്തികളായി പഠിക്കുന്നതുമായ അനേകരെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. മനുഷ്യന്റെ ശബ്ദം അവനിൽ നിന്നും വേറിട്ട ഒന്നല്ല എന്ന് ചിന്തിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൽ നിന്നും വേറിട്ട ഒന്നല്ല എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. നാം സംസാരിക്കുന്ന നമ്മുടെ വാക്കുകൾ നാം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മിൽ നിന്നും പുറപ്പെട്ടു വരുന്നതാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനേക്കാൾ എത്രയോ ഉന്നതനാണ്, ശ്രേഷ്ഠനാണ്. അവൻ്റെ വാക്കുകളും സർവശക്തനായ ദൈവവും തമ്മിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ ശബ്ദം ദൈവം തന്നെയാണ്, അതാണ് അവൻ്റെ വചനം എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സങ്കീർത്തനം 33-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ സൃഷ്ടിച്ചത്, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകൻ രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്തോത്രം. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുവാൻ കഴിയുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. സ്വർഗത്തിൽ ഒരു സിംഹാസനവും ആ സിംഹാസനത്തിൽ ഒരുവൻ മാത്രം ഇരിക്കുന്നതും കാണുന്നു എന്ന് വെളിപ്പാട് 4-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അത് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ പേര് വിശ്വസ്തനും സത്യവാനുമാകുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നവനാണ്. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന പേർ എന്നവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നാം ഇവിടെ വായിക്കപ്പെട്ടതായ വചനഭാഗം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, അപ്പോസ്തലനായ യോഹന്നാൻ ആത്മവിവശതയിൽ, സ്തോത്രം, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചില കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. യോഹന്നാനോട് പറഞ്ഞത്, നീ കണ്ടതും ഇപ്പോഴുള്ളതും മേലാൽ സംഭവിക്കുവാനുള്ളതും നിനക്ക് ഞാൻ പറഞ്ഞു തരാം, നീ ഇവിടേക്ക് കയറി വരിക എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് തന്നെ വിളിക്കുമ്പോൾ ഇവിടെ പറയുന്നത്,
തന്നോട് സംസാരിച്ച നാദം എന്താണെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു നോക്കി. സാധാരണ സംസാരിക്കപ്പെടുന്നതായ ശബ്ദം കേൾപ്പാനാണ് നാം തിരിഞ്ഞു നോക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ നാദം എന്താണെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോഴുള്ള ഒരു അവസ്ഥയാണ് യോഹന്നാൻ കാണുന്നത്. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രന് സദൃശനായവനെയും കണ്ടു എന്നവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. സ്വർഗത്തിലേക്ക് തന്നെ വിളിച്ചതും ആ വിളിച്ച നാദം കേൾക്കേണ്ടതിന് വേണ്ടി താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ കാണുന്നത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെയാണ് താൻ കാണുവാനിടയായി തീർന്നത്. അവൻ്റെ അംഗവർണ്ണനയിൽ ചില കാര്യങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നാം നമ്മുടെ ദൈവം ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള പഠന വിഷയത്തിൽ പഴയ നിയമഭാഗങ്ങളെല്ലാം നാം വായിച്ചപ്പോൾ, പ്രവചനഭാഗം വായിച്ചപ്പോഴും സങ്കീർത്തനങ്ങൾ വായിച്ചപ്പോഴെല്ലാം യഹോവയായ ദൈവം, യഹോവയായ കർത്താവ് എന്നൊക്കെ നമുക്ക് പഠിക്കുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് യേശു ക്രിസ്തു ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അവനെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്തി 1-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ളതായ വേദഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് മോക്ഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരെ ലോകത്തിന് താല്പര്യമില്ല. പല നിലകളിലുള്ളതായ അഭിപ്രായ ഭിന്നതകൾ അത്തരക്കാരുമായിട്ട് ലോകത്തിനുണ്ട്. എന്നാൽ ലോകം മുഴുവനും ഒരുപോലെ സത്യവചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്കെതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും, സ്തോത്രം, ന്യൂനപക്ഷമാകുന്ന ഒരു കൂട്ടം ദൈവദാസന്മാർ വളരെ ശക്തമായുള്ള നിലയിൽ ഇതുപോലെയുള്ള ചില സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ തയ്യാറാവുകയാണ്. അതിൻ്റെ കാരണം ദൈവവചനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനമന്വേഷിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ പല വിധത്തിലുള്ളതായ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി ശുശ്രൂഷകളും സ്റ്റേജിലക്കുന്ന തരത്തിലുള്ളതായ അന്യഭാഷാ പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അങ്ങനെയുള്ളതായ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല പ്രാധാന്യം അർഹിക്കുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അഥവാ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. അതിന് കാരണവും വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്.
ഇത് യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമാണ്. എങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്കും ജാതികൾക്കും ഇടർച്ചയും ഭോഷത്വവും ഒക്കെ ആണെങ്കിലും വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവജ്ഞാനവും ദൈവശക്തിയുമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ ദാസനെ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നു. വചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി നമുക്ക് നിലകൊള്ളാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അല്പസമയം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എളിയവന് നൽകിയതുകൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. എളിയവന് വേണ്ടി അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന മറ്റ് സംഘാടകരായിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം എളിയവനെ ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്ന ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അല്പസമയം തിരുവചനത്തിൽ നിന്നും ചില വസ്തുതകളെ സംസാരിക്കുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എളിയവന് നൽകിയതുകൊണ്ട് അതിനെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ, നീ അടിയനെ വിലപ്പെടുത്തിനായി സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ ദൈവജനത്തെ എല്ലാം അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. തുടർന്നും കരങ്ങളിൽ വഹിക്കണമേ. മരണം വരെയും വിശ്വസ്തമായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമമഹത്വനായി പ്രവർത്തിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന തിരുമേനി കേട്ടത് കൊണ്ട് സ്തോത്രം. സകല മാനവും മഹത്വവും അനുസരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ തരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.